യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത സിദ്ദിഖിനെ കോടതി വിമർശിച്ചു. സിദ്ദിഖിന്റെ ലൈംഗികക്ഷമത പരിശോധിക്കുവാനുള്ള നിർദ്ദേശവും കോടതി നൽകി. ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് സിദ്ദിഖിനെ കണ്ടവരാരുമില്ല. സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലുണ്ട്, വീട്ടിലുണ്ട് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവിടെയൊന്നും സിദ്ദിഖ് ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. സിദ്ദിഖ് സംസ്ഥാനം തന്നെ കടന്നു പോകാനുള്ള സാധ്യത വളരെ വലുതല്ലേ? സുപ്രീം കോടതി ജാമ്യം അപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിച്ചു നിൽക്കാൻ സിദ്ദിഖ് തീരുമാനിച്ചു എന്ന് പറയാൻ കഴിയുമോ ഉമേഷ്? ഷമ്മി, ഇന്ന് രാവിലെ ശക്തമായ നിരീക്ഷണങ്ങളോടെയും വിമർശനങ്ങളോടെയും ഒക്കെയാണ് ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളിയത്. കസ്റ്റഡി അനിവാര്യമാണ്, ഈ കേസ് ഏറെ ഗൗരവതരമാണ് എന്നൊക്കെ കോടതി നിരീക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല, സിദ്ദിഖ് പരാതിക്കാരിയെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളെല്ലാം, വാദങ്ങളെല്ലാം പൂർണ്ണമായി കോടതി തള്ളുകയും ചെയ്തു. ഇത്തരത്തിലൊരു വിധി വന്ന ഉടൻ തന്നെ സിദ്ദിഖിനെ കുറിച്ചൊരു വിവരവുമില്ല എന്നുള്ളതാണ്. സിദ്ദിഖ് തൻ്റെ മൊബൈൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം സിദ്ദിഖിൻ്റെ 2 വീടുകൾ എറണാകുളം ജില്ലയിലുണ്ട്. ഒന്ന് കാക്കനാട് പൊടമകളിലും രണ്ടാമത്തേത് ആലുവ കുട്ടമശ്ശേരിയിലും. ഈ 2 വീട്ടിലും സിദ്ദിഖ് ഇല്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നീട് സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലൊരു ഹോട്ടലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗത്തും അന്വേഷണം നടത്തുകയുണ്ടായി. നഗരത്തിലെ മറ്റു പല ഹോട്ടലുകളിലും സിദ്ദിഖ് പോകാനിടയുള്ള സുഹൃത്തുക്കളടക്കം വീടുകളിൽ വരെ പോലീസ് അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും ആളെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് കൊച്ചി കാരണം ഈ വിധി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ സിദ്ദിഖ് അതിനു മുൻപ് തന്നെ ഈ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നോ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നോ എന്ന സാധ്യതയും അന്വേഷണവുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ല, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിയിൽ നിന്നടക്കം കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ആ തിരിച്ചടി ആവർത്തിക്കുമോ എന്നുള്ള ഭയവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ കീഴടങ്ങാനുള്ള സാധ്യത കൂടി സിദ്ദിഖ് പരിശോധിക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അത്തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലാണ്. AIG പൂങ്കുഴലിയുടെ ഓഫീസിന് മുൻപിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ കീഴടങ്ങിയേക്കാം. അതല്ല, തിരുവനന്തപുരത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മ്യൂസിയം പോലീസ്, അവിടെയും കീഴടങ്ങാനുള്ള സാധ്യതയും ഒരു വ്യക്തതയില്ല. അതല്ല, സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അന്വേഷണ സംഘം ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. സിദ്ദിഖിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഉമേഷ്, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ജാമ്യം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളുമെല്ലാം ആ രീതിയിൽ തന്നെ ഒരു ഉപദേശം അദ്ദേഹത്തിന് നൽകിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിധി വരുന്നതിനും ഒക്കെ മുമ്പേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഈ കൊച്ചിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതല്ലേ? കാരണം ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം. ജാമ്യം കിട്ടിയില്ലെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കും വരെ അദ്ദേഹത്തിന് സുഖമായി ഒളിച്ചു താമസിക്കുകയും ചെയ്യാം. ആ ഒരു സാധ്യത എത്രത്തോളമാണ് ഉമേഷ്? അതിന് തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു വിധി വന്ന ശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയില്ല. കാരണം പോലീസ് നിരീക്ഷണത്തിലാണ്. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ വേണ്ടി പോലീസ് വല വിരിച്ചിട്ടുണ്ടാകും എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അഭിഭാഷകരോട് അഭിപ്രായം തേടിയ ശേഷം ഇന്ന് രാവിലെയോ അതല്ലെങ്കിൽ ഇന്നലെയോ സിദ്ദിഖ് എവിടെ നിന്ന് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഇത് നിരീക്ഷിക്കുക, തുടർ നീക്കങ്ങൾ നടത്തുക, ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള സാധ്യത സിദ്ദിഖ് തേടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിധി വന്ന ശേഷം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാനുള്ള സാധ്യത തുറന്നു. അതിനു മുൻപ് തന്നെ സിദ്ദിഖ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഇനി എന്താണ് അടുത്ത നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അന്വേഷണ സംഘവും ഒരു കാരണവശാലും ഇനി സിദ്ദിഖിന് ഒരു ഇളവും നൽകേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി അത്രയും ശക്തമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുകൊണ്ട് ആ നിലയിലുള്ള നടപടികളുമായി അന്വേഷണ സംഘം പോകുന്നു. സിദ്ദിഖ് ഒളിവിലും തുടരുന്നു. ഉമേഷ്, ഈ നെടുമ്പാശ്ശേരിയിൽ
സിദ്ദീഖിനെ കണ്ടു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് ആര് കണ്ടു, എന്ത് കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ഈ കഥ പ്രചരിപ്പിച്ചതാകാനും സാധ്യതയുണ്ട്. അതായത് ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് വരുത്തുകയും അതേസമയം തന്നെ വളരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി. കാരണം ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിൻ്റെ എല്ലാ ബന്ധങ്ങളും കൊച്ചി പോലീസിന് അറിയാം. അദ്ദേഹം എവിടെയൊക്കെ പോകും, എവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ഒപ്പം തന്നെ ജനങ്ങൾക്കും അദ്ദേഹത്തെ നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുമാത്രവുമല്ല, ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് സിദ്ദീഖിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ രൂക്ഷമായ പദങ്ങൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ രക്ഷയില്ല എന്നൊരു തോന്നൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാകില്ലേ? അതായത് സുപ്രീം കോടതിയിൽ പോകുന്നവരെ അറസ്റ്റിലായാൽ ജയിലിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഈ പെറ്റീഷൻ മൂവ് ചെയ്യുന്നവരെങ്കിലും മാറി നിൽക്കാം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകില്ല. ഈ കാര്യം പോലീസ് മനസ്സിലാക്കുന്നില്ലേ? തീർച്ചയായും സിദ്ദീഖിന്റെ മുൻപിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ വളരെ സുരക്ഷിതമായി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കഴിയണം, പോലീസ് എത്തിപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും സ്ഥലം വളരെ നേരത്തെ കണ്ടുപിടിച്ച് അവിടേക്ക് മുൻപേ മാറിയിട്ടുണ്ടാകാം. ഷമി സൂചിപ്പിച്ചതുപോലെ സിദ്ദീഖിനെ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടു, അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നത് തന്നെ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു സംശയമുണ്ട്. ഇത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ മാത്രമല്ല, സിദ്ദീഖ് ഇന്നലെ ആലുവയിലെ വീട്ടിൽ സിദ്ദീഖ് ഉണ്ടായിരുന്നു, അവിടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, സിദ്ദീഖിന്റെ കാറ് പുറത്ത് കിടപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമാണോ ആ വിവരങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ സൂചിപ്പിച്ച പോലെ സിദ്ദീഖുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നതാണോ എന്നുവരെ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. ഏതായാലും ഏതോ ഒരിടത്ത് സിദ്ദീഖ് ഒളിവിൽ കഴിയുന്നുണ്ട്. എന്താണ് സിദ്ദീഖ് ഇനി തുടർന്ന് ചെയ്യേണ്ടതെന്നുള്ളത് അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് കീഴടങ്ങലാകാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു തീരുമാനം വരുന്നത് വരെ എവിടെയാണോ ഉള്ളത് പോലീസ് കണ്ടുപിടിക്കാത്ത ഒരിടമാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ തുടരുക. ആ തരത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ല എല്ലാ വഴികളും അടഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അഭിഭാഷകർ സിദ്ദീഖിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി കീഴടങ്ങുക എന്നുള്ളതാണ് സിദ്ദീഖിന് മുൻപിലുള്ള വഴി. അതൊരു പക്ഷേ ഇന്ന് രാത്രിയാകാം, അതല്ലെങ്കിൽ അടുത്ത ദിവസമാകാം. അതെന്താണ് ഉണ്ടാവുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ്, സിദ്ദീഖ് സ്വമേധയാ പോലീസിന് മുന്നിലെത്തി കീഴടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൂചനകൾ നൽകുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നത് ഈ കൊച്ചിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ അന്വേഷണ സംഘത്തിന് ഇവിടുത്തെ നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലി, AIGയൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് മടങ്ങിയതാണ്. ഒരുപക്ഷെ 6-6:30 വരെ അവർ ഈ ഓഫീസിൽ ഉണ്ടായിട്ടുള്ളൂ. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇവിടെ കാണുന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കീഴടങ്ങാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കുറവാണെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തിരുവനന്തപുരത്ത് പോയി കീഴടങ്ങുമോ, അവിടേക്ക് ഇത്രയും ദൂരം ഈ ഒരു അറസ്റ്റ് സാധ്യത ഉള്ള സമയത്ത് ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് അവിടം വരെ സഞ്ചരിച്ച് അവിടെ പോയി കീഴടങ്ങുമോ എന്നുള്ള കാര്യത്തിലൊന്നൊരു വ്യക്തതയില്ല. അതല്ല മറ്റെവിടെയെങ്കിലും സിദ്ദീഖ് ഒളിവിൽ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സംശയിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനത്താവാം, തമിഴ്നാട്ടിലോ ഒക്കെ വിവരങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്താണ് അഭിഭാഷകൻ സിദ്ദീഖിനെ ഉപദേശിച്ചത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതിനനുസരിച്ച് തന്നെയായിരിക്കും സിദ്ദീഖിന്റെ നീക്കം. ഏതായാലും നിലവിലെ ഒരു സൂചന അനുസരിച്ച് കൊച്ചിയിൽ ഈ ഘട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം സിദ്ദീഖിന് ഒളിവിൽ കഴിയാൻ പറ്റും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.